ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ മുന്നിട്ടിട്ടുള്ള രണ്ട് വീഡിയോസും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇതാണ് ചെയ്യാൻ പോകുന്ന ഡ്രസ്സ്. കുട്ടി ഡ്രസ്സ് തന്നെയാണ്, 1.5 വയസ്സുള്ള കുട്ടിയുടെ ഡ്രസ്സാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ റയോൺ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് മെഷർമെൻറ്റ്സ് നോക്കാം. നമ്മൾ കോർണറിൽ നിന്നും താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ശേഷം അതിന് താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്തത് അതൊന്ന് ചെറുങ്ങനെ ഷേപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ ആം ഹോൾ വരുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്താണ്. അതിന് മുന്നേ ഞാനൊരു 2-3 ബീഡ്സ് വെച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, ഫാബ്രിക്സ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അതൊരു 11 ഇഞ്ച് ഉണ്ടാവും. 14 ഇഞ്ച് മാർക്ക് ചെയ്തു. സെൻറ്റർ വന്നിട്ട് 15 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. അത് ആ ഡ്രസ്സിനൊരു ഷോ കിട്ടാൻ വേണ്ടിയിട്ടും സൈഡ് ഒന്ന് കയറ്റിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുത്തത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡിയായി. ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ താഴെ വരുന്ന ലെയർ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ലെയർ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പീസ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് പാർട്ട് കട്ട് ചെയ്യുക, ആം ഹോൾ ഒന്ന് കട്ട് ചെയ്യുക, ശേഷം അതിൻ്റെ സൈഡ് ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടും. ഇനി നമുക്ക് ചെറിയ ലെയർ കട്ട് ചെയ്യാം. ചെറിയ ലെയർ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഫാബ്രിക്സ് കോർണർ വെച്ചിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്ത അതേ മെഷർമെൻറ്റ്സ് തന്നെ മേലെ വരണം. അത് വെച്ചിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. കാണിക്കാം. ഇതുപോലെ നെക്കും ആം ഹോളും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യാം. സെക്കൻഡ് ലെയർ നമുക്ക് എത്ര വേണം വിചാരിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കും ആം ഹോളും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വരുന്ന ലെയർ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കോർണർ താഴെ വരെ 11 ഇഞ്ച് സൈഡിൽ പിടിച്ചിട്ടുണ്ട്. മറ്റേ അറ്റം വരുമ്പോഴേക്ക് +1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോർണർ കഴിച്ചിട്ടുള്ള അളവാണ് ഞാനവിടെ 8 ഇഞ്ച് കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ലെയർ വന്നിട്ട് 8 ഇഞ്ച്, ഫസ്റ്റ് ലെയർ വന്നിട്ട് 11 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്തതുപോലെ ഇതും കട്ട് ചെയ്ത് മാറ്റാം. സൈഡ് കട്ട് ചെയ്ത് ഡബിൾ പീസാക്കാം. നെക്കും ആം ഹോളും കൂടെ കട്ട് ചെയ്യാം. സിമ്പിളായിട്ടുള്ള കട്ടിങ്ങാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് സ്ലീവിന് പകരം ആഡ് ചെയ്യാനുള്ള സ്ട്രാപ്പാണ്. തിന്നായിട്ടുള്ള സ്ട്രാപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് എത്ര വേണം എന്നുള്ളത് നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള അളവിന് സ്ട്രാപ്പ് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ലെങ്ത്തിൽ ഞാനിപ്പോൾ ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ സ്ട്രാപ്പ് ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സിലേക്ക് മാറ്റാം. ഇനി നമുക്കതിൻ്റെ സ്കേർട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പിക്ചറിൽ കാണിച്ച പോലെ കോർണർ മുതൽ താഴെ വരെ 8 ഇഞ്ച്, അതിന് താഴെ വന്നിട്ട് 11 ഇഞ്ചിലാണ് കട്ട് ചെയ്തത്. ഇത് വേസ്റ്റ് പാൻറ്റിൻ്റെ അളവാണ്. അളവ് ഞാൻ നൽകിയിട്ടുണ്ട്. കട്ടിങ് കാണിച്ചിട്ട് വീഡിയോ ലെങ്ത് ആക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള നെറ്റ് പീസും ഞാൻ എടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് ലെങ്ത്ത് വരുന്ന വിടുത്ത് നമുക്ക് ഫ്രില്ല് ഇടുന്നതിനനുസരിച്ച് എത്ര വേണമെങ്കിലും വിടുത്തെടുക്കാം. ഒത്തിരി ഫ്ലെയർ വേണമെങ്കിൽ, ഒത്തിരി ഫ്രില്ല് വേണമെങ്കിൽ ഒത്തിരി ലെങ്ത്തിലെടുക്കാം. 17 ഇഞ്ചിലാണ് ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ പീസ് ഇതേപോലെ നെറ്റും താഴെ വരുന്ന ലൈനിങ് പീസും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ക്വയറിൽ അടിച്ചെടുക്കാം. സ്ക്വയറിലടിച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എലാസ്റ്റിക് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് ഒത്തിരി സ്റ്റിച്ചിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നേരത്തെ അടിച്ച പീസും ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്ററിലിട്ടിട്ട് എലാസ്റ്റിക്കിന് തൊട്ട് താഴെ വരുന്ന രീതിയിൽ ഇതിനൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് നമ്മളെ വേസ്റ്റിൻ്റെ അളവ്. ഈ വേസ്റ്റിൻ്റെ അളവിലേക്കാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ലൈനിങ്ങിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും, ഒത്തിരി ഫിനിഷിങ്ങും ഉണ്ടാവും.
അപ്പോൾ ഇതാ എലാസ്റ്റിക് ഞാൻ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടിക്കാനുള്ള തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വെച്ചിട്ട്, എത്രയാണോ നമുക്ക് 4 ഇഞ്ചാണ് 4 ഇഞ്ച്, 1/2 ഇഞ്ചാണ് 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ലൈനിങ് പീസാണ് സ്കേർട്ടിൻ്റെ. അത് സൈഡ് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കുക. സൈഡ് ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 14 ഇഞ്ച് അളവിലേക്ക് നമുക്ക് ഇതിനൊന്ന് കുഞ്ഞി ഫ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റ്സിലേക്ക് ഈ സ്കേർട്ടിനെ എത്തിക്കുക. അപ്പോൾ 14 എന്ന് പറയുമ്പോൾ മൊത്തം റൗണ്ട് വരുമ്പോൾ 28 ഇഞ്ചിലേക്ക് നമുക്കിതൊന്ന് അളന്ന് നോക്കാം. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ പീസ് നെറ്റ് എടുത്തിട്ട് ഒരു നീഡിലോ ബീഡ്സോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഫ്ലീറ്റ് ഇട്ടിട്ടെടുക്കാം. ഇനി ഫ്ലീറ്റ് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ഒരു അടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അറ്റം നൂല് വലിച്ചിട്ട് വേണമെങ്കിൽ ഫ്രില്ലായിട്ട് എടുക്കാം. നമ്മൾ അളവിലേക്ക് ഫ്രില്ലായിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ ഇതാ ഒരു സൂചി വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞി ഫ്രില്ലാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് ഫ്രില്ലാക്കി എടുത്തതിന് ശേഷം നമ്മൾ മെഷർമെൻറ്റ്സിലും കൂടുതൽ തോന്നുവാണെങ്കിൽ ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ഫ്രില്ല് കൂടെ ഇട്ടിട്ട് നമുക്ക് നമ്മൾ അളവിലേക്ക് തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇതിപ്പോൾ സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. സൈഡ് ജോയിൻ ചെയ്ത് ഞാൻ ആ മെഷർമെൻറ്റ്സിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മെഷർമെൻറ്റ്സ് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. മേലെ വെച്ചൊന്ന് തയ്ച്ചെടുത്തതിന് ശേഷം അതൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് ബാൻഡ് ആഡ് ചെയ്യാം. വീഡിയോ ഫാസ്റ്റായിട്ട് കാണിക്കുന്നതാണ്. നമുക്ക് ടൈം എടുത്തിട്ട് സ്ലോലി ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതാ അരഭാഗം എലാസ്റ്റിക് വെച്ചിട്ട് പിടിപ്പിക്കുക. ഇതുപോലെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗവും എലാസ്റ്റിക്കിൻ്റെ നല്ല ഭാഗവും കൂടി വെച്ചിട്ട് നമ്മൾ അളവ് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള അളവിലേക്ക് നമുക്കിത് രണ്ടും കൂടെ ഇനി ഒന്നിച്ച് മേലെ വെച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. കാരണം മെഷർമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് അടിക്കുന്ന നേരം കുറച്ചും കൂടെ എളുപ്പത്തിൽ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ അരഭാഗം വരുന്ന ഭാഗം വേണമെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. അതെല്ലാം അങ്ങനെ തന്നെ ഇട്ടാലും മതി. അപ്പോൾ സ്കേർട്ടിൻ്റെ വേസ്റ്റ് ബാൻഡും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കേർട്ടിൻ്റെ പണി ഫിനിഷായി. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ സ്കേർട്ടിൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അറ്റം വേണമെങ്കിൽ റോൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അറ്റം മടക്കി അടിക്കുന്നതിന് പകരം മെഷീനിലിട്ടിട്ട് റോൾ ചെയ്തെടുത്തതാണ് ചെയ്തത്. അതിന് വേറെ തന്നെ മെഷീനാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പണി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ടോപ്പ് ഭാഗം ചെയ്യാം. ടോപ്പ് ഭാഗം വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് താഴത്തെ ലെയർ ആദ്യം വയ്ക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയ ലെയർ വരുന്ന തരത്തിൽ അതിന് മുന്നായിട്ട് ഞാൻ സ്ലീവിന് പകരം ആഡ് ചെയ്യാനുള്ള ആ ബാൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നീഡിലോ ഈർക്കിളോ അതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഈ പീസ് ഒന്ന് മറച്ചെടുത്ത് സ്ട്രാപ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം വലിയ പീസ് താഴെ വെച്ച് അതിന് മുകളിൽ ചെറിയ ലെയർ വെച്ചിട്ട് നമ്മുടെ ചെയ്ത് വെച്ച ബാൻഡിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ, ഞാൻ ഇവിടെ 8 ഇഞ്ചാണ് മൊത്തം എടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് ലെങ്ത്തിലേക്ക് കട്ട് ചെയ്തിട്ട് മേലെ ഭാഗം നെക്കിൻ്റെ ഭാഗം വരുന്ന ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് അടിച്ചെടുക്കുക. ഒപ്പം തന്നെ ആം ഹോളും കൂടെ അതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുക്കുക. ആം ഹോളും കൂടെ അതേ ലെവലിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറച്ചെടുക്കുക. ചെറിയ കട്ടിട്ട് കൊടുക്കുന്നത് നമുക്കറിയാം ഒന്നും കൂടെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് കുഞ്ഞി കട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് മറിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഓരോ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗവും അതേപോലെ തന്നെ ചെയ്യാം. താഴെ വലിയ പീസ് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ സ്ട്രാപ്പ്
സ്ട്രാപ്പ് ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുക ചെയ്യുന്നത്, അതൊന്ന് കറക്റ്റ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം എന്താ നമ്മുടെ ചെറിയ ലെയർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്താ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് പാർട്ടും അതേപോലെ തന്നെ സൈഡിൽ വരുന്ന ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരത്തെ ചെയ്ത അത് സെയിം പ്രൊസീജിയറിൽ നമുക്കൊന്ന് മറച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അതിൽ വലിയ ലെയർ വരുന്ന ഭാഗം ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത് സെപ്പറേറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ മേലെ വരുന്ന ചെറിയ ലെയർ അത് വേറെ തന്നെ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്ന് ഉള്ളിലോട്ടേക്കാണെങ്കിൽ ഒന്ന് പുറത്തോട്ടാണ് സ്റ്റിച്ച് വരിക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒന്നിൻ്റെ സീം അലവൻസ് ഉള്ളിലേക്കും മറ്റേത് പുറത്തേക്ക് വരുന്ന തരത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. പക്ഷെ അത് കറക്റ്റായിട്ട് ഇട്ട് വയ്ക്കുന്ന നേരം കറക്റ്റായിട്ട് നിൽക്കും. രണ്ടും രണ്ട് സർക്കുലറായിട്ട് വേറെ വേറെ ലെയറായിട്ട് തന്നെ കിട്ടണം നമുക്ക്. രണ്ടും കൂടെ ഒന്നിച്ച് ജോയിൻറ്റ് കൊടുക്കരുത്. അത്രയും കൂടി ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കത് മൊത്തത്തിലൊന്ന് ഒരു ചവിട്ട് വീതിയിൽ ഡിസ്റ്റൻസിൽ നമുക്കത് മൊത്തം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 2 ലെയർ വരുന്ന ആ ആം ഹോളിൻ്റെ ഭാഗം കൂടെ ഒന്ന് കറക്റ്റ് ലെവലിൽ നിന്ന് കിട്ടും. അത്രയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 ലെയറിൻ്റെയും എൻഡ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻഡ് ഇതുപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് നമുക്കിതുപോലെ മടക്കി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ലെയറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം 2 ലെയറിൻ്റെയും ജോയിൻറ്റ് സെപ്പറേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പം ഒരു ലെയർ മൊത്തം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത ലെയറും റൗണ്ട് ചെയ്ത് മൊത്തം സ്റ്റിച്ച് ചെയ്യുക. ഇനി അതെല്ലാം നമുക്ക് സ്റ്റിച്ചിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ പണിയും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫൈനൽ റിസൾട്ട് ഒന്ന് കാണിക്കാം. നമുക്ക് ഇട്ട് തന്നെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക. ഇത് തന്നെ നമുക്ക് കുറച്ച് വലിപ്പമുള്ള മക്കൾക്ക് സ്ലീവ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെല്ലാം നമുക്ക് ഇന്നർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇടാം. പെട്ടെന്ന് സ്റ്റിച്ചിങ് എളുപ്പത്തിൽ കഴിയുന്ന ഒരു മോഡലാണ് കാണിച്ചത്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാർബീനെ ഫാബ്രിക് പെയിൻറ്റും ക്ലോത്തും വെച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ ഡ്രസ്സൊന്നും നമുക്ക് ഇട്ട് കാണാം. നല്ല വൃത്തിയിൽ നല്ല ക്യൂട്ടായിട്ട് നമ്മളെ റെഡിമെയ്ഡ് ലുക്കിലുള്ള നല്ലൊരു ഡ്രസ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.